കേരളത്തിൽ നിരവധി വിഷയങ്ങളുണ്ടായി. ഓരോരോ പ്രശ്നങ്ങളും വിവാദങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അതിനെയൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷമുള്ളത്. വളരെ ഒരു നിർജീവമായ ഒരു ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം. അതിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ, അതിൻ്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെ, പിന്നെ അവസാനം ചെന്ന് പെടുന്നത് വ്യഭിചാര കേസുകളിലൊക്കെയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയുടെ, അല്ലെങ്കിൽ തകർച്ചയെന്നല്ല, എന്താണ് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെയൊക്കെ കോൺഗ്രസ് നാമമാത്രമാണെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ലേ? അല്ല, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഒരാൾ വേണം കോൺഗ്രസ്സിന്. ഒരു കാലത്ത് നമുക്ക് കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. എ കെ ആന്റണി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേതാവല്ല. പ്രതിപക്ഷ നേതാവ് ഒരു നേതാവാണ്, മുൻ പ്രതിപക്ഷ നേതാവ് മറ്റൊരു നേതാവാണ്, KPCC പ്രസിഡന്റ് മൂന്നാമത്തെ നേതാവാണ്. ഇതിനൊക്കെ പുറമെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കുന്ന KC വേണുഗോപാൽ, അയാൾ നാലാമത്തെ നേതാവാണ്. ഇതിനൊക്കെ പുറമെ ഇവർ നാലുപേരെയും മാറ്റി വെച്ചുകൊണ്ട് ശശി തരൂർ അഞ്ചാമത്തെ നേതാവാണ്. അങ്ങനെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് നേതാക്കന്മാരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് വലിയൊരു പ്രശ്നത്തിലാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വിഷയങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൻ്റെ സർക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ പരാജയമാണ് കേരളത്തിലെ കോൺഗ്രസ്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സിൽ അല്പം വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ്. ഈ രണ്ടുപേരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ കോൺഗ്രസ്സിൽ കെട്ടിയിറക്കുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള KC വേണുഗോപാലുണ്ട്. ഈ വേണുഗോപാലിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടലുകൾ അത് പരിധി ലംഘിക്കുന്നതാണ്. ഒരു സമയത്ത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ, അത് ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കുട്ടത്തിലായാലും സിദ്ദീഖായാലും തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ചു ചേർന്നൊരു സമീപനം ഉണ്ടായിരുന്നു, ബൽറാം അടക്കം. ഇന്നിപ്പോൾ അങ്ങനെയില്ല. ഇവരൊക്കെ ഓരോ പക്ഷത്താണ്. ഇവരൊക്കെ എല്ലാവരും ഇന്ന് KC വേണുഗോപാലിന് ജിഹ്വ വിളിക്ക് അദ്ദേഹത്തിൻ്റെ ഓശാന പാടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പറ്റാളുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ വേണുഗോപാൽ കാര്യങ്ങൾ തീരുമാനിച്ച ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഹരിയാനയിൽ KC വേണുഗോപാൽ തീരുമാനിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമുണ്ട്. അവിടെ ഭജൻലാലിൻ്റെ മകനാണ് അവിടെ അയാൾ ഒരാൾ കല്യാണം കഴിച്ചാളാ. എന്നിട്ട് അയാൾ വേറെ ആളെ പ്രേമിച്ചു, വേറെ സ്ത്രീയെ പ്രേമിച്ചു. ആ സ്ത്രീയെ പ്രേമിച്ചൊരു മുസ്ലിം സ്ത്രീയാണ്. ആ മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഭജൻലാലിൻ്റെ മകൻ മുസ്ലിമായിട്ട് മതം മാറുകയാണ്. അതിനുശേഷം ഇലക്ഷൻ വീണ്ടും മത്സരിക്കണം. ഇലക്ഷൻ മത്സരിക്കേണ്ട സമയത്ത് അയാൾ തിരിച്ച് വീണ്ടും അയാൾ മാത്രം ഇലക്ഷൻ വേണ്ടിയിട്ട് മതം മാറുകയുണ്ടായി. അവസാനം അവിടെ തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടി. ഹരിയാനയിൽ സമാനമായിട്ടുള്ള രീതിയിലാണ് ബീഹാറിൽ നടന്നത്. ബീഹാറിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഇന്ന് KC വേണുഗോപാലാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഒരു സമയത്ത് അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള പരിണത പ്രജ്ഞന്മാരായിരിക്കുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ ഉപദേശകരായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനം വഹിക്കുന്ന KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ പറഞ്ഞു കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽപ്പെട്ട എല്ലാ കുഴിയിൽ കൊണ്ടു ചാടിക്കുന്നതും അത് KC വേണുഗോപാലെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇടയ്ക്ക് നമുക്കറിയാമല്ലോ, അദ്ദേഹമാണ് ഇടയ്ക്ക് കൈ പോക്കറ്റിൽ കൂടി ഇടുക, ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുക, അവിടെ ബീഹാറിൽ പോയിട്ട് ചെളിക്കുണ്ടി ചേർന്നിട്ട് അവിടെ ചെന്ന് ചാടുക. ഈ തരത്തിൽ മണ്ടത്തരങ്ങൾ ഇയാളെ കൊണ്ട്, രാഹുലിനെ കൊണ്ട് മുഴുവൻ കാണിപ്പിച്ച് പുറത്ത് നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന പ്രവർത്തനമാണ് KC വേണുഗോപാലിനുള്ളത്. അങ്ങനെയുള്ള വേണുഗോപാലാണ് കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് രക്ഷയില്ല. കേന്ദ്രത്തിൽ യാതൊരു സ്കോപ്പും ഇല്ല. ഇനി അടുത്തൊരു 10 കൊല്ലത്തേക്ക് കോൺഗ്രസ് കേന്ദ്രത്തിൽ തിരിച്ചു വരില്ല എന്നുള്ളത് അറിയാവുന്ന ഒരാൾ അത് KC വേണുഗോപാലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുവെങ്കിൽ പോലും അദ്ദേഹം അന്ന് ധരിച്ചത് കോൺഗ്രസിന് കുറേയും കൂടി സീറ്റ് കിട്ടും, ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കും, ഒരു മന്ത്രിസഭ ഉണ്ടാക്കും, അപ്പം ഞാൻ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവും എന്നാണ് KC വേണുഗോപാൽ വിശ്വസിച്ചുകൊണ്ടാണ് ആലപ്പുഴ വന്നിട്ട് മത്സരിച്ചത്. നമുക്ക് പിന്നത്തെ അവസ്ഥ അറിയാം. ഇന്നിപ്പോൾ KC വേണുഗോപാലിനറിയാം അവിടെ കേന്ദ്രത്തിൽ യാതൊരു കാര്യമില്ല കരുതൽ. KC വേണുഗോപാൽ യാതൊരു സേയും ഇല്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു സേയും ഇല്ല. പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് അവിടെ പോകുന്നു, ചില ബഹളം ഉണ്ടാക്കുന്നു, പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമാനമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലും. അപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു സമയത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ കൂടി ചേർന്ന് ഒരു ഐക്യമുന്നണിക്ക് നല്ല സാധ്യതയുണ്ടായിരുന്നു. ഈ സാധ്യതകളെ മുഴുവൻ എടുത്തു കളയുന്നത് KC വേണുഗോപാലിൻ്റെ രാഷ്ട്രീയമാണ്. KC വേണുഗോപാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവിഹിതമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം വട്ടപൂജയാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നമുക്കറിയാം. രാഹുലിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആളുകൾ ആക്രമിച്ചത് ആരെയാണ്?
വി ഡി സതീശനാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനാണ്. പ്രതിപക്ഷ നേതാവിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും കെ ബൽറാം തുടങ്ങിയിട്ടുള്ള ചില ആളുകളുടെയൊക്കെ വി ടി ബൽറാം അവരെല്ലാം നടപടികൾ അതിന് സഹായിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഇത്തരം ചില യുവ നേതാക്കന്മാർ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും നിലവിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും രണ്ടുപേരെയും അവഹേളിക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യുന്ന ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമമാണ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ? ആയിക്കോട്ടെ. ഈ KC വേണുഗോപാലിന്റെ ഉദ്ദേശം ശരിക്കും കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് ഏക ലക്ഷ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാവണം. കാരണം അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ മാർഗമില്ല. ആകെ ഇപ്പോൾ അദ്ദേഹത്തിന് നിലവിലിരിക്കുന്ന സ്ഥാനം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്, കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ്. ഈ സംഘടനാ സെക്രട്ടറി കേന്ദ്രത്തിൽ റോളും ഇല്ല. അപ്പം യാതൊരു റോളും ഇല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഹരിയാനയിൽ പറഞ്ഞല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭജൻലാലിൻ്റെ മകനെ ഈ പുള്ളി ഒന്ന് മാറ്റാൻ നോക്കട്ടെ, ഇയാൾ വിചാരിച്ചാൽ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ബീഹാറിൽ എന്തെങ്കിലും മാറ്റി ഇയാൾ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, ഇയാൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. മധ്യപ്രദേശിൽ നടക്കില്ല, രാജസ്ഥാനിൽ നടക്കില്ല, ഗുജറാത്തിൽ നടക്കില്ല, വേറെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഇദ്ദേഹം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു സ്പേസ് ലഭിക്കാൻ സാധ്യതയുള്ളത് അത് കേരളത്തിലാണ്. ഇത് KC വേണുഗോപാലിനറിയാം. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാൽ ധരിച്ചു, എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം കിട്ടാൻ മാർഗമില്ല, കാലുമാറണം, അല്ലാണ്ട് കിട്ടില്ല. രാഹുൽ ഗാന്ധിക്കും സാധ്യതയില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധ്യതയില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്കുള്ളതിൻ്റെ മടങ്ങിപ്പോക്കിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിലാണ്. ഈ മടങ്ങിപ്പോക്ക് കേരളത്തിലെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് സംഭവം തന്നെ അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആൾ KC വേണുഗോപാലാണ്. അദ്ദേഹം കളിപ്പിക്കുന്ന കളികളാണ് ഈ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും എതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് നാളെ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ പ്രിയൻ ചോദിച്ച പോലെ ലോക്കൽ ബോഡി ഇലക്ഷൻ മത്സരത്തിൽ കോൺഗ്രസ് ചിത്രത്തിലില്ല. ഒരു വലിയ സാധ്യതയുള്ളതാണ് കോൺഗ്രസിന്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണമാണ്, പിണറായി വിജയൻ്റെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഭരണമാണ് നടക്കുന്നത്. ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏകദേശം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിൽ തിരിച്ചു വരാൻ വീണ്ടും സാധ്യതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ BJP മൂന്നാമത്തെ കക്ഷിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് KC വേണുഗോപാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂട്ടുപിടിച്ച് RSP കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ചില കേരള കോൺഗ്രസ്സുകാരും കൂടി കൂട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താനുള്ള പരിശ്രമമാണ് KC വേണുഗോപാൽ നടത്തുക. പക്ഷെ അതിന് സാധ്യതയില്ല. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു കാതലായിട്ടുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാറ്റം ഇപ്പോൾ നമുക്കറിയാം, ലോക്കൽ ബോഡി ഇലക്ഷൻ അടക്കം കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഒറ്റയാളും വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല. കാരണം വീട്ടുകാരൊക്കെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ മുഖത്തിന് അവരൊക്കെ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം കാണണേ. അതുകൊണ്ട് അവരാരും വീട്ടിൽ കയറി ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കോൺഗ്രസ്സുകാരും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു നയപരിപാടിയാണ് ഇപ്പോഴത്തെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ അനുവർത്തിക്കുന്നത്. അത് കോൺഗ്രസ്സിന് മാത്രമല്ല, ഈ നാടിന് കൂടി ദൂഷ്യമാണ്, ഈ സംസ്ഥാനത്തിന് ദൂഷ്യമാണ്, ഭാരതത്തിന് ദൂഷ്യമാണ്, ഇവിടുത്തെ രാഷ്ട്രീയത്തിനും ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരാണ് KC വേണുഗോപാലിൻ്റെ നിലപാടുകൾ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഇത്തരത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെ വെട്ടിലാക്കുന്ന ഇത്തരം ചില നേതാക്കന്മാരിൽ നിന്ന് ഒരു മോചനം കോൺഗ്രസിനുണ്ടാകുമോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് പഠിക്കേണ്ട വിഷയം.